പ്രിയപ്പെട്ടവരെ, ഇന്ന് തുലാമാസത്തിലെ ഷഷ്ഠിവ്രതമാണ്. ഈ ഷഷ്ഠിവ്രതം അമ്മമാരെടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. കാരണം സന്താന സൗഭാഗ്യത്തിനും അതുപോലെ തന്നെ രോഗശാന്തിക്കും നമുക്ക് സമാധാനം കിട്ടുന്നതിനുമൊക്കെ ഈ ഷഷ്ഠിവ്രതം വളരെയധികം പ്രയോജനപ്പെടുന്നു. 6 ഷഷ്ഠിവ്രതങ്ങൾക്ക് തുല്യമാണ് ഇന്നത്തെ ഷഷ്ഠിവ്രതം. പറ്റുമെന്നുള്ളവർ, അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ പറ്റുമെന്നുള്ളവർ ഈ ഷഷ്ഠിവ്രതം എടുക്കുക. അതിൽ കൂടെ നിങ്ങൾക്ക് മത വ്യത്യാസമൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ഇപ്പോൾ ഹിന്ദുമതത്തിലുള്ളവരാണെങ്കിൽ ആചാരപ്രകാരം ഷഷ്ഠിവ്രതം എടുക്കുക. അല്ലാത്തവരാണെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് നല്ലത് നൽകണമെന്ന് ഇന്നത്തെ ദിവസം പറ്റുമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മുസ്ലിംസും പ്രാർത്ഥിക്കുക. അതൊരു വിശ്വാസമായിട്ട് എടുക്കണ്ട. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായിട്ട് എടുക്കുക. ഷഷ്ഠിവ്രതം വളരെയധികം വീര്യം കൂടിയ, അതായത് സന്താനങ്ങൾക്ക് സൗഭാഗ്യം കിട്ടുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. സ്വയം സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കുട്ടികളല്ലേ ആദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. അവർ ജനിച്ചു വീണ ആ സമയം മുതൽ അവരുടെ മുഖം കണ്ടതു മുതലുള്ള സമയമല്ലേ നമ്മുടെ മുന്നിൽ വരിക. അതുകൊണ്ട് ഈ ദിവസം കഴിയുന്നതും നോൺ വെജും മറ്റുമൊക്കെ മാറ്റി വെച്ച് പറ്റുമെന്നുള്ളവർ ഉപവസിച്ച്, അതുപോലെ ഷഷ്ഠിവ്രതത്തിൻ്റെ ആചാരങ്ങൾ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി തിരക്കുള്ള അമ്മമാരാണ്, ജോബിനൊക്കെ പോകണം എന്നുള്ളവർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. അത് മാത്രമല്ല, ഗ്യാസ്ട്രിക് അൾസർ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള ഉപവാസമൊന്നും പറ്റുന്നതല്ല. എങ്കിലും മനസ്സിനകത്ത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക, ദൈവത്തിനെ പ്രാർത്ഥിക്കുക. എൻ്റെ സന്താനങ്ങൾക്ക് നല്ലത് വരയണമേ. അവരുടെ മനസ്സിൽ നിന്നും ഷഡ്ദോഷങ്ങൾ, അതായത് അമർഷം, അസൂയ, അഹങ്കാരം, മതം, മാത്സര്യം, അതുപോലെ തന്നെ തമസായിട്ടുള്ള അജ്ഞാനം, ഇതെല്ലാം മാറ്റുക എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അവർക്ക് സന്താന സൗഭാഗ്യം വരയണമേ, അതായത് സന്താനങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും വരയണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് ഒരു മതക്കാർക്കും വരുന്ന മന്ത്രമൊന്നുമല്ല അത്. പിന്നെ നമ്മൾ ഹിന്ദുമതക്കാർ ഓം ഷൺമുഖായ നമ, ഓം രുദ്രസുതായ നമ, ഓം പാർവതീസുതായ നമ, ഓം ശരവണഭവനീ നമ എന്നുള്ള രീതിയിൽ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. ഷഷ്ഠി മാതാവിനെയും പ്രാർത്ഥിക്കുക. ഇത് ഒരു വലിയ കഥയുടെ തുടക്കമാണ്. അതായത് താരകാസുരനെ വധിച്ച്, താരകാസുരൻ ശിവനെ ഹൃദയത്തിൽ കുടിവെച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പക്ഷെ ഒരു ദിവസം പാർവതിയോട് അയാൾക്കൊരു മോഹം തോന്നി. അപ്പോൾ പാർവതി വേണം എന്നുള്ള രീതിയിൽ അയാൾ യുദ്ധത്തിനാണ് ഒരുങ്ങിയപ്പോൾ ശിവസുതനായിട്ടുള്ള സുബ്രഹ്മണ്യൻ ആ യുദ്ധത്തിൽ അയാൾ വധിക്കുകയും, ആ വധിക്കുന്നതിന് മുൻപേ തന്നെ അയാൾക്ക് ഭയങ്കര തപസ്സുള്ള മനുഷ്യരാണ് ഈ ശൂരപത്മാസന്. ആ ശൂരപത്മാസൻ സുബ്രഹ്മണ്യനെ അപ്രത്യക്ഷനാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ പാർവതീദേവി 101 ഷഷ്ഠിവ്രതം എടുക്കുകയും 101 ദിവസം വ്രതം എടുക്കുകയും തൻ്റെ പുത്രനായ ഷൺമുഖനെ വെളിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതിൽ നിന്നും, ആ മായയിൽ നിന്നും വെളിയിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ആ ശൂരപത്മാസുരനെ സുബ്രഹ്മണ്യൻ വധിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കഥ. കഥകൾ പലതാവാം, പക്ഷേ നമുക്ക് ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മമാർ മരിക്കും, അല്ലേ? അമ്മമാരെന്തും ചെയ്യും. അമ്മയുടെ ഒരു ഭാഗമാണല്ലോ കുഞ്ഞ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പറ്റുന്നത്രയും രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങളിഷ്ടമുള്ള ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയാകട്ടെ ഇന്നത്തെ പ്രാർത്ഥന. എല്ലാ സന്തോഷങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. ഇത്രയൊക്കെ അവരിപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയും, നമ്മളിൽ നിന്ന് മാറി നടക്കുന്നു, നമ്മളിൽ നിന്ന് ഗ്യാപ്പ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞിൻ്റെ ആ മുഖം, അവൻ ഇന്നും 20 വയസ്സായാലും 30 വയസ്സായാലും നമ്മൾ ഓർക്കുന്നത് എന്താണ്? അന്ന് നമ്മുടെ മടിയിലിരുന്ന കുഞ്ഞ്, നമ്മുടെ ഇഴഞ്ഞു നടന്ന കുഞ്ഞ്, അവൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും നമ്മുടെ മനസ്സിലുണ്ടല്ലേ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കളോടും ഞങ്ങളുടെ കുടുംബത്തിനെ രക്ഷിക്കണേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുമെന്നുള്ളവരൊക്കെ ഈ വ്രതം എടുക്കുക. ഇന്നെനിക്ക് സാധിക്കുകയില്ല, കാരണം എനിക്ക് ഉദരസംബന്ധമായിട്ടുള്ള ചെറിയ അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. ഒപ്പം ഓഫീസ് വർക്ക് ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ടിന്ന് വ്രതം എടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും, എല്ലാ അമ്മമാരും, എല്ലാ സ്ത്രീകളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സന്താനങ്ങളില്ലാത്തവർ സത്സന്താനങ്ങൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരും നല്ല മനസ്സോടുകൂടിയിരിക്കുക. നമ്മുടെ പോസിറ്റിവിറ്റിയും നന്മയും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് ദുശ്ചിന്തകളൊന്നും വേണ്ട. മതം,
അതുപോലെ ജാതി, അത്തരം വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മൾ മനുഷ്യരെ മനുഷ്യരായി കണ്ട് ആ മനുഷ്യർക്ക് വേണ്ടി, സകല മനുഷ്യർക്ക് വേണ്ടിയും ഭഗവാനോട് പ്രാർത്ഥിക്കുക. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഞാൻ പറയുന്നത് നിങ്ങളെന്ത് പറയുക, അങ്ങ് തള്ളുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് സത്യമാണ്. പല സത്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാതെ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ സത്യങ്ങൾ, നമ്മൾ അറിഞ്ഞുകൂടാത്ത സത്യങ്ങളില്ല എന്ന് പറയരുത്. അങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അന്ധവിശ്വാസമൊന്നുമല്ല ഇത് സത്യം മാത്രമാണ്. കേട്ടോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഷഷ്ഠി ആശംസകൾ.